വയനാട് പുൽപ്പള്ളി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDF BJP സഖ്യം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJPയും UDFും പരസ്പരം വോട്ട് ചെയ്തു. BJPയുമായി സഖ്യമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് MT കരുണാകരൻ സ്ഥിരീകരിച്ചു. പാർട്ടി നിർദ്ദേശമനുസരിച്ചാണ് BJPക്ക് വോട്ട് ചെയ്തതെന്നാണ് കരുണാകരന്റെ പ്രതികരണം. KPCC ജനറൽ സെക്രട്ടറി KL പൗലോസ് നേതൃത്വം നൽകുന്ന ഗ്രൂപ്പാണ് സഖ്യത്തിന് കളമൊരുക്കിയതെന്നാണ് CPIMന്റെ ആരോപണം. വികസനകാര്യം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ UDF പിന്തുണയോടെ 12 വോട്ടുകൾ നേടിയാണ് BJP പ്രതിനിധികൾ ജയിച്ചത്. LDF 9, UDF 8, BJP 4 എന്നിങ്ങനെയാണ് കക്ഷിനില. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് BJPക്കാരാണ് അടക്കം നമ്മൾ ഇപ്രാവശ്യം ഈ പറയുന്ന 3 അംഗങ്ങളെ തെരഞ്ഞെടുപ്പിക്കുന്നത്. അത് രാവിലെ തന്നെ പാർലമെൻറ്റ് പാർട്ടി ഉണ്ടായിരുന്നു. പാർലമെൻറ്റ് പാർട്ടി വോട്ട് വെച്ച് നമ്മുടെ ആൾക്കാർ, മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ അങ്ങനെ BJP ആയിട്ട് അലയൻസ് ഉണ്ടെന്നും അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യണമെന്ന് പറയുക അടിസ്ഥാനത്താണ് വോട്ട് ചെയ്യുന്നത്. BJP UDF ധാരണയിൽ ഇടഞ്ഞ് മുസ്ലിം ലീഗ്. ഇന്ന് നടക്കുന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നിന്നും ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കും. വിവരങ്ങളുമായി ദീപക് മോഹനുണ്ട്. ദീപക്, ഇപ്പോൾ UDF BJP സഖ്യമുണ്ടെന്ന് കോൺഗ്രസ് തന്നെ സമ്മതിക്കുകയാണോ? ഇക്കാര്യത്തിൽ മുതിർന്ന നേതാക്കളുടെ പ്രതികരണം, ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? എന്താണ് ലീഗ് എടുത്തിരിക്കുന്ന നിലപാട്? സ്മൃതി, ലീഗിന്റെ നിലപാട് ഇതിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന് തന്നെയാണ്. ഇന്നലെയാണ് പുൽപ്പള്ളി ഈ ക്ഷേമകാര്യ വകുപ്പ് ഒപ്പം അതേപോലെ തന്നെ വികസന ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുണ്ടായത്. അതിലാണ് കോൺഗ്രസും BJPയും പരസ്പരം സഹായത്തിനായി വോട്ടുകൾ നൽകിയത്. ഇതിനെ തുടർന്ന് ഇന്നലെ BJPയുടെ UDFിന്റെ സഹായത്തോടുകൂടി BJP പ്രതിനിധികൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പുൽപ്പള്ളി പഞ്ചായത്തിൽ LDF ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. 9 സീറ്റുകൾ LDFിനും 8 സീറ്റുകൾ UDFിനും 4 സീറ്റുകൾ BJPക്കുമായിരുന്നു. എന്നാൽ വികസന കാര്യവും അതോടൊപ്പം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിലാണ് BJPയുടെ സഹായത്തോടുകൂടി UDFും BJPയും പരസ്പരമായ സഖ്യത്തോടുകൂടി ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ആരോപണവും അതോടൊപ്പം വിവാദങ്ങളും ശക്തമാവുകയാണ്. CPM ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി അടക്കം കൂടുതൽ വിവരങ്ങളുമായി ഈ ഉടനെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നുള്ള വിവരം നൽകിയിട്ടുണ്ട്. നേരത്തെ മുസ്ലിം ലീഗ് അടക്കം ഈ വിഷയത്തിൽ എതിർചേരിയിലായിരുന്നു. മുസ്ലിം ലീഗ് പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ഇത്തരത്തിലൊരു നിലപാടെടുത്തത്. UDF നേതൃത്വത്തിന് അതിലൊരു പങ്കുമില്ല. BJPയുമായി സഖ്യം ചേർന്ന് ഒരിക്കലും ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ്. ഏതായാലും 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസന കാര്യം അതോടൊപ്പം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കാണ് BJPയുടെയും UDFിന്റെയും സഹായത്തോടു കൂടി ഭരണം പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. KPCCയുടെ ജനറൽ സെക്രട്ടറി KL പൗലോസിന്റെ നേതൃത്വത്തിലൊരു സഖ്യമാണ് ഇത്തരത്തിൽ BJPയുമായി ഔചിത്യ കൂട്ടുകെട്ട് UDFിന് ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ നടത്തിയത് എന്നുള്ള രീതിയിലും മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതികരിക്കുന്നുണ്ട്. സ്മൃതി, ശരി, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.